ഞാൻ ഡോക്ടർ അളക അനിൽ, ആർഗിൻ ഹോസ്പിറ്റലിലത്തെ അസിസ്റ്റൻറ്റ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മസ്കുലർ ഡിസ്ട്രോഫി. മസ്കുലർ ഡിസ്ട്രോഫി ഒരു ജനറ്റിക് ഡിസോർഡറാണ്. പ്രോഗ്രസീവായിട്ട് നമ്മുടെ മസിലുകൾക്ക് വരുന്ന ക്ഷയമാണ് മസ്കുലർ ഡിസ്ട്രോഫി. ഇതിന് പല വിധങ്ങളുണ്ട്. ഡുഷൻസ് മസ്കുലർ ഡിസ്ട്രോഫിയാണ് സാധാരണമായി കണ്ടുവരുന്ന മസ്കുലർ ഡിസ്ട്രോഫി. ലക്ഷണങ്ങൾ നമുക്ക് സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് കയറുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരിക, അല്ലെങ്കിൽ മസിൽസ് ഒന്ന് ലീനായി പോയി നിൽക്കുക, മസിൽസ് വേദന എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻറ്റ് ഫോളിങ് ഇൻസിഡൻസ് ഉണ്ടാവുക. ഇതെല്ലാമാണ് സാധാരണമായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമാണ്. അതിനുശേഷം നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് എടുക്കാറ്. ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. ആർഗിൻ ഹോസ്പിറ്റലിൽ റീഹാബും ആയുർവേദ മസാജസും അതിൻ്റെ കൂടെ തന്നെ യോഗയും കൂടിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ ഡിസീസിൻ്റെ പ്രോഗ്രഷൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഡിഫിക്കൽട്ടീസ്, ലക്ഷണങ്ങൾ കണ്ടുവരുന്ന ഡിഫിക്കൽട്ടീസ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഗേറ്റ് പാറ്റേൺ കറക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുക. ആയുർവേദത്തിൽ വരുമ്പോൾ ഇതൊരു വാതദോഷത്തിൻ്റെ അഗ്രിവേഷൻ കാരണമാണ് ഈ ഒരു അസുഖം വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാഹ്യവും ആഭ്യന്തരമായിട്ട് സ്നേഹന തെറാപ്പീസ്, പഞ്ചകർമ്മ തെറാപ്പീസ്, ഉദ്വർത്തനം, പൗഡർ മസാജ് പോലെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതിൻ്റെ സർക്കുലേഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യാറുണ്ട്. യോഗയും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് കുറയാൻ വേണ്ടിയിട്ടും നമ്മളത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.